എന്തായിരുന്നു ആദ്യം ചെയ്ത ജോലി? ഞാൻ ചെയ്ത ജോലിയാണ് ഇന്നും ചെയ്യുന്നത്. ഈ ചെയ്ത ജോലി എന്തായിട്ടാണ് തുടങ്ങിയത്? തുടങ്ങുമ്പോ ഹെൽപ്പറായിട്ട് വന്നു. ഹെൽപ്പറായിട്ട് നിന്ന് അവിടെ കമ്പനിയിൽ ജോലി ചെയ്തു. ആ കമ്പനിയിൽ തന്നെ ഒരു 9 വർഷം ജോലി ചെയ്തു. ഏതാ കമ്പനിയുടെ പേര്? മാതാ എഞ്ചിനീയറിംഗ് എന്ന് പറയും. മാതാ എഞ്ചിനീയറിംഗ് അതൊരു മലയാളിയുടെ സ്ഥാപനം തന്നെയായിരുന്നു. അത് ശരി. ആ കമ്പനിയുടെ മുകളിൽ തന്നെയായിരുന്നു താമസം. അന്ന് എത്രയായിരുന്നു ശമ്പളം? അന്ന് എനിക്ക് ഒരു ദിവസം ജോലിക്ക് പോയി 12 രൂപ കിട്ടും. 12 രൂപ. അത് വെച്ചിട്ട് അന്ന് കാലത്ത് ജീവിക്കാൻ പറ്റുമായിരുന്നു ഇവിടെ സൂരത്തില്? സുഖമായിട്ട് ജീവിക്കാമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അന്ന് ഇത്ര പൈസ ചെലവില്ല. പ്ലസ് മലയാളി തന്നെയായിരുന്നു. അതിന്റെ പേരിൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ട്. അതിന്റെ പേരിൽ നമുക്ക് കുഴപ്പമില്ലാണ്ട് വീട്ടിലേക്ക് പൈസ അയക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സമ്പാദിക്കാൻ തുടങ്ങിയപ്പോ ഒരു എനർജി വന്നു, നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം വന്നു. പിന്നെ അന്നത്തെ 1988 വന്ന സമയത്ത് സൂറത്ത് ഇത്ര വലിയ സൂറത്ത് ആയിരുന്നില്ലല്ലോ. ചെറിയ സൂറത്തായിരുന്നു. അന്നത്തെ സാഹചര്യത്തില് നമ്മൾ നോക്കുമ്പോ ഈ ജീവിത രീതി തന്നെ വളരെ വ്യത്യസ്തമായിരിക്കുമല്ലോ. അന്നത്തെ ജീവിതത്തിൽ വ്യത്യാസം. നമുക്ക് 12 രൂപ കിട്ടുമ്പോൾ 12 രൂപ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ജീവിച്ചു പോകാം. അത് 100 രൂപ കിട്ടിയാലും ആ ജീവിതം തന്നെ ഉണ്ടാവുള്ളൂ. അത് നമ്മള് എങ്ങനെ ജീവിക്കുന്നു അതനുസരിച്ചുണ്ടാവും. നമ്മള് വരുന്ന വരുമാനത്തിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ജീവിക്കാൻ പറ്റും. ഇവിടെയായാലും ജീവിക്കാം. പിന്നീട് ഇവിടെ വന്നിട്ട് ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ ശേഷം നാട്ടിലേക്ക് അച്ഛനും അമ്മയുടെ തിരിച്ചു പോയായിരുന്നു? ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോയിരുന്നു. അവർക്ക് അറിയില്ലായിരുന്നു ഞാൻ എവിടെയാണെന്ന്. ഇന്നിപ്പോ അച്ഛനും അമ്മയും നാട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഈ 9 വർഷം ജോലി വർക്കറായിട്ട് അല്ലെങ്കിൽ തുടങ്ങി 9 വർഷം വർക്കറായി തന്നെ ഉണ്ടായിരുന്നു. ഹെൽപ്പർ തൊട്ട് വർക്കറായി. എന്തായിരുന്നു ഈ ഗിയർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ജോലിയാണ് അതിൽ പെടുന്നത്? അതില് ലെയ്ത്ത് ഉണ്ട്, മില്ലിംഗ് ഉണ്ട്, ഷേപ്പിംഗ്, അങ്ങനെ എഞ്ചിനീയറിംഗ് യൂണിറ്റിൽ എന്തുണ്ട് അതൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ഗിയർ പറയുന്ന സംഭവം നമ്മുടെ വെഹിക്കിൾസിനൊക്കെ വരാറുണ്ട്. 2 വീലർ ആയാലും 4 വീലർ ആയാലും എല്ലാറ്റിനും ഗിയർ ഉണ്ട്, ഗിയർ ബോക്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഗിയർ ബോക്സ് ഓട്ടോമൊബൈലിനാണോ അല്ല മറ്റേ കമ്പനിക്ക് മെഷീനറീസിനുള്ള ഗിയർസ് ആണോ? ഇന്ന് ഇന്ത്യയില് ഏത് ടൈപ്പ് ഗിയർ വേണമെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അത് വണ്ടിയുടെ ആയിക്കോട്ടെ, മെഷീന്റെ ആയിക്കോട്ടെ, ക്രെയിൻ്റെ ആയിക്കോട്ടെ, എന്തിന്റെ ആയാലും ഏത് ടൈപ്പ് ഗിയർ വേണമെങ്കിലും ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. സോ ഗിയർ മൊത്തം വിത്ത് ഗിയർ ബോക്സോട് കൂടിയിട്ട് ഗിയർ ഓർഡർ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കും. ഇപ്പൊ ഉണ്ടാക്കുന്നത് വെറും ഗിയർ ബോക്സ് റിപ്പയറിംഗ്. പിന്നെ നിങ്ങൾ ഈ 9 കൊല്ലം ജോലി കഴിഞ്ഞ ശേഷമാണോ ബിസിനസ് തുടങ്ങുന്നത്? അതിനുശേഷം തന്നെ ബിസിനസ്. ഈ ഹിന്ദുസ്ഥാൻ എന്നുള്ള കമ്പനി? അല്ലല്ല, ഹിന്ദുസ്ഥാൻ അല്ല. അതിന് മുന്നേ എന്റെ പേരിൽ തന്നെയായിരുന്നു കമ്പനി, ജോയ് എഞ്ചിനീയറിംഗ്. അതിൽ ഞങ്ങൾ 3 പാർട്ട്നേഴ്സ് ആയിരുന്നു. അതിനുശേഷം 3 കൊല്ലം ഞങ്ങൾ പാർട്ട്നേഴ്സ് ആയിട്ട് നിന്നു. അത് കഴിഞ്ഞ് ഓരോരുത്തർ മാറി. പിന്നെ പാർട്ട്നേഴ്സും തമ്മിൽ എങ്ങനെയായിരുന്നു ഒരു സുഹൃത്തെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ എല്ലാം ഒരേ വീട് പോലെ കഴിയുന്ന വ്യക്തികളാണ്. പിന്നെ എന്തായിരുന്നു കാരണം പിരിയാൻ? പാർട്ട്ണർമാര് കല്യാണം കഴിയുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങള് കുറച്ച് മാറി. അവനവന്റെ വഴി, എന്റെ വഴി. ശരി. ഇപ്പൊ അവരും ഇതേ ഫീൽഡിൽ തന്നെയാണ് നിൽക്കുന്നത്? 3 പേരും ഇതേ ഫീൽഡിൽ തന്നെയാണ്. പിന്നെ ജീവിതത്തിൽ ഏറ്റവും വിശ്വസിക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ കമ്പനിയാണ് ജീവിതം. രാവിലെ തൊട്ട് രാത്രി വരെ എത്ര നേരം പണിയെടുക്കും ഒരു ദിവസം? ഞങ്ങള് കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പുലർച്ചെ 3 മണി വരെ ജോലി ചെയ്യാറുണ്ട്. മൈ ഗോഡ്. രാവിലെ തൊട്ട് നെക്സ്റ്റ് ഡേ എന്റെ മിസ്സിസും വരാറുണ്ട്. ഒരു നല്ല സഹിയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല സഹിയാണ്. പിന്നെ ഈ 23 പേരും 28 പേര് അല്ലേ? 28 പേരും മലയാളികളാണോ? ഒപ്പം ആരും മലയാളികളില്ല. ഇല്ല, എല്ലാം ഗുജറാത്തികളാണ്. ഗുജറാത്തികൾ ഒരാളുണ്ട്, ബാക്കി എല്ലാവരും UP, ബീഹാർ, മഹാരാഷ്ട്ര. ഈ UP-കാരായാലും ബീഹാറീസ് ആയാലും മഹാരാഷ്ട്രൻസ് ആയാലും നമ്മൾ മലയാളികളുടെ അത്ര വിവരമുള്ള ആൾക്കാരില്ല എന്നാണ് പൊതുവേ ഉള്ള ഒരു പറച്ചിലും. ബിക്കോസ് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്നാണ് എല്ലാവരും പറയുന്നത്. അത് എത്രത്തോളം ശരി? അതില് മലയാളികള് ഒരു പണി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്തു തരും. പക്ഷെ ഇവര് ജീവിക്കാൻ വേണ്ടി വന്ന കാരണം കുറച്ച് ലേറ്റ് ആയിട്ട് ചെയ്യുള്ളൂ. അവർക്ക് 2 മണിക്കൂർ ഓട്ട് ടൈം കിട്ടണം. അതിന്റെ പേരില് പക്ഷെ നന്നായി പണി ചെയ്യുന്ന ആൾക്കാരാണ്. നല്ലൊരു പണി ചെയ്യുന്നത്. എന്താണ് കാരണം മലയാളികളെ വെക്കാത്തത്? എന്റെ കമ്പനിയിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും മലയാളീസ് ആയിരുന്നു. പക്ഷെ നമ്മള് ജോലി ചെയ്ത് 10 രൂപ കിട്ടുമ്പോൾ
അത് അവര് 10 രൂപ മാത്രമേ കണക്ക് നോക്കുള്ളൂ മലയാളീസ്. 10 രൂപ കിട്ടി എന്നുള്ളത്. പക്ഷെ അതിന്റെ പിന്നിലത്തെ ചെലവ് കണക്ക് കൂട്ടില്ല. പക്ഷെ ഇവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ അവർ തൃപ്തരാണ്. പിന്നെ ഈ 28 പേരും വെച്ചിട്ട്, ഈ ഗുജറാത്തികളെ വെച്ച്, ഈ മഹാരാഷ്ട്രൻസെ വെച്ച് വർക്ക് ചെയ്യുന്ന നിങ്ങൾ എന്താ പറയുക, നേരം നോക്കാതെ കാലം നോക്കാതെ നിങ്ങളും തന്നെ അതിൽ ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ഈ കമ്പനി എത്രത്തോളമാണ് വളർന്നുകൊണ്ട് വരുന്നത്? അത് ഞാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ വെറും 2 മെഷീനുള്ളൂ. ഇന്നത് 20ആയി. ഫാന്റാസ്റ്റിക്. അപ്പോഴാണല്ലോ മുന്നേ 2 പേര്, പിന്നെ 4 പേര്, 8 പേര്, 10 പേര്, 20 പേരായിട്ട് വരാനുള്ള വളർച്ച. അതാണല്ലോ വളർച്ച. ശരിയാണ്, അതാണ് വളർച്ച. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ 2 മിഷന് 20 മിഷനിലേക്ക് ആയില്ലേ, അതിന്റെ ആ ഒരു വളർച്ചയാണ് നിങ്ങളുടെ ഹാർഡ് വർക്ക്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ജോലി ഇനിയിപ്പോ ഇന്ന് 28 പേര് വർക്ക് ചെയ്യുന്നുണ്ട്, ഇനി ഒരു 5 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ വരുവാണെങ്കിൽ എത്ര വലിയ കമ്പനി ആയിട്ടുണ്ടാവോ? നിങ്ങളുടെ എയിം എന്താണ്? നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ അടുത്ത് ഒരു ജോലി വരികയാണെങ്കിൽ അത് നമ്മുടെ കമ്പനിയിൽ നിന്ന് തിരിച്ച് വേറൊരു കമ്പനിയിൽ പോകാൻ പാടില്ല. വരണ പണി നമ്മുടെ അവിടെ ചെയ്യും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനുള്ളത് കാലം മാറുന്നതനുസരിച്ച് നമുക്ക് മാറിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇപ്പൊ ഈ 20 മെഷീൻസ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, ഇത് എന്തൊക്കെ മെഷീൻസ് ആണ് നിങ്ങളുടെ അടുത്തുള്ളത്? ഞങ്ങളുടെ കയ്യില് 14 ലേത്ത് മെഷീൻ ഉണ്ട്. ബാക്കി 2 ഗിയർ കട്ട് ചെയ്യുന്ന മെഷീൻ, വെൽഡിംഗ് മെഷീൻ, സ്ലോട്ടിംഗ് മെഷീൻ, ഡ്രില്ലിംഗ് മെഷീൻ, കട്ടിംഗ് മെഷീൻ. ഈ മെഷീൻ, ഈ എക്യുപ്മെന്റ്സ് ഒക്കെ എവിടെ നിന്നാണ് മേടിക്കുന്നത്? ഒക്കെ ഞങ്ങള് ഇവിടെ ഗുജറാത്തിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. പൊതുവെ ഇന്ത്യയിൽ വന്നിട്ട് ഗുജറാത്തിൽ ഈ മെഷീനറീസും ഈ എക്യുപ്മെന്റ് വാങ്ങിക്കാനും ബെസ്റ്റ് സ്ഥലം എന്നാണ് എല്ലാ സ്റ്റേറ്റിലുള്ള ആൾക്കാർ പറയുന്നത്. അവർ വന്ന് പർച്ചേസ് ചെയ്യുന്നത് ഇവിടെ. അതിനുള്ള കാരണം എന്താണ്? സൂറത്തിലല്ല മെഷീനറീസ് ഉണ്ടാക്കുന്നത്, അഹമ്മദാബാദ്, രാജ്കോട്ട്. അവരുടെ പ്രൊഡക്ഷൻ ഇതിന് മെഷീൻ ഉണ്ടാക്കണം. ഞങ്ങൾ ഗിയർ ഉണ്ടാക്കണ പോലെ അവർ മെഷീൻ ഉണ്ടാക്കണം. അവർ മെഷീൻ ഉണ്ടാക്കി മാർക്കറ്റിൽ സപ്ലൈ ചെയ്യും. അത് ഉള്ളതല്ലേ? മീൻസ് ഇന്ത്യയിൽ അഹമ്മദാബാദിൽ വളരെ ചീപ്പായിട്ടും എല്ലാ തരത്തിലുള്ള മെഷീനറിയും കിട്ടും. നമ്മൾ ചോദിക്കുന്നു, അതിനനുസരിച്ച് അവർ ഡിസൈൻ ചെയ്ത് നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഈ നിങ്ങളുടെ ഈ ഡ്രില്ലിംഗ്, കട്ടിങ്, വെൽഡിങ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പരിപാടി ഉണ്ടല്ലോ, ഇതിലൊക്കെ പെട്ടെന്നൊക്കെ നമുക്ക് ആക്സിഡന്റ് ആവാൻ ചാൻസസ് ഉണ്ട്. കൈ മുറിയുക, അങ്ങനെ വല്ല എന്തെങ്കിലും മേജർ ആക്സിഡന്റ് നിങ്ങൾ ഇത്രയും ഈ ജീവിതകാലം മീൻസ് വർക്കറായി തുടങ്ങിയത് തൊട്ട് ഇന്നേ കാലം വരെ എന്തെങ്കിലും ആക്സിഡന്റ്സ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അമ്മോ, 5-10 എന്തൊക്കെ രീതിയിലുള്ള ആക്സിഡന്റ്സ് ആണ് ഉണ്ടായത്? കട്ടിങ്ങില് മുറിയുന്നു. അത് നമ്മുടെ ശ്രദ്ധ കൊണ്ടാണ് പറ്റണത്. അത് നമ്മൾ ശ്രദ്ധിക്കുക, അല്ലാണ്ട് നമ്മൾ മെഷീനെ ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ നോർമലി. പിന്നെ നിങ്ങളുടെ ഈ ക്ലയൻസ് ഇപ്പൊ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്ന വർക്ക് ചെയ്ത് കൊടുക്കുന്ന ഏതൊക്കെ കമ്പനിക്കാണ് ചെയ്ത് കൊടുക്കുന്നത്? ഇവിടെ സൂറത്തിലുള്ള ഏറെക്കുറെ കമ്പനികളൊക്കെ നമ്മുടെ അടുത്ത് ടച്ച് ചെയ്യാറുണ്ട്. കൂടുതലും ഞങ്ങൾ ചെയ്യുന്നത് ന്യൂ സ്ട്രക്ടർ, പ്ലസ്റ്റർ, ഫ്ലോട്ടർ, ക്രിപ്കോ, എല്ലാണ്ടി, SR. എല്ലാം വലിയ ക്ലയൻസ് ആണ്. എല്ലാം വലിയ ക്ലയൻസ് ആണ്. പക്ഷെ അവർക്ക് ആവശ്യം വരുമ്പോൾ നമ്മളെ സമീപിക്കും.